നമസ്കാരം. ഭൂമി കുലുക്കുമെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമി കുലുക്കത്തിന് തൊട്ട് മുമ്പ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. വെസ്റ്റേൺ തുർക്കിയിലെ മെട്രോ നഗരമാണ് ഇസ്മിർ. ഇസ്താൻബുളും അങ്കരയും കഴിഞ്ഞാൽ ഇസ്മിർ ആണ് തുർക്കിയുടെ ഏറ്റവും പോപ്പുലറായ നഗരം. ഒക്ടോബർ 16, 2022 ഇസ്മിർ ജനതയെ ഞെട്ടിച്ചുകൊണ്ട് 6.6 മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമി കുലുക്കം ഉണ്ടായി. ചൈനയുടെ വെസ്റ്റേൺ ചെൻ പ്രൊവിൻസ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് യഹാൻ. യഹാൻ ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയുള്ള ആളുകൾ എപ്പോഴും വെള്ളപ്പൊക്കത്തെ ഭയന്ന് ജീവിക്കുന്നവരാണ്. എന്നാൽ 2022 ജൂൺ 21 യാൻ സിറ്റിയെ 6.1 മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമുണ്ടായി. നഗരത്തിലെ പ്രധാന ക്യാമറകൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞത്. അതിലേറ്റവും ഭയാനകം ഒരു സ്കൂൾ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. സെപ്റ്റംബർ 28 ഇന്തോനേഷ്യയിലെ സുയുയിൽ 7.5 മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമുണ്ടായി. ഭൂമികുലുക്കത്തിന്റെ ഭാഗമായി ഇവിടെ സുനാമിയുടെ ലക്ഷണവും ഉണ്ടായിരുന്നു. വൈകാതെ 18 അടി ഉയരത്തിൽ തിരമാല നഗരത്തെ ഒന്നായി വിഴുങ്ങുകയായിരുന്നു. കോസ്റ്റൽ ഗാർഡിന്റെ ക്യാമറയിൽ ലോഡിംഗ് ക്രെയിൻ തകർന്നു വീഴുന്നതും കാണാം. ഫിലിപ്പീൻസിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടാണ് ക്ലാർക്ക് ഇന്റർനാഷണൽ എയർപോർട്ട്. പ്രധാനമായും ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസ് നടത്തുന്ന ഒരു ചെറിയ എയർപോർട്ടാണ്. 2019 ഏപ്രിൽ 22 ക്ലാർക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ 6.1 മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമികുലുക്കമുണ്ടായി. വലിയ നാശനഷ്ടങ്ങളാണ് എയർപോർട്ടിൽ ഉണ്ടായത്. ആളുകൾ പാനിക്കായി ഓടി മാറുന്നത് CCTVയിൽ കാണാം. എയർപോർട്ടിന്റെ സീലിംഗ് താഴേക്ക് പൊളിഞ്ഞു വീഴുന്നതും കാണാം. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് എയർപോർട്ടിൽ ഉണ്ടായത്. നേപ്പാളിന്റെ ക്യാപിറ്റലാണ് കാഠ്മണ്ഡു. ഏപ്രിൽ 25, 2015 നേപ്പാളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂമികുലുക്കമുണ്ടായി. റിക്ടർ സ്കെയിൽ 7.7 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം 22 ജീവനുകൾ എടുത്തു. 1000-ഓളം ആളുകൾക്ക് വീട് നഷ്ടമായി. ഒരു വില്ലേജ് പാടെ മാഞ്ഞുപോയി. നേപ്പാളികൾക്ക് ഏറ്റവും ഭയാനകമായ ദിവസമായിരുന്നു അന്ന്. നഗരത്തിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ഭയപ്പെടുത്തുന്നതായിരുന്നു.
ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.